ജാ കൂടുതൽ പ്ലാൻ ചെയ്യുന്നൊന്നും വേണ്ട. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം പറയണം. പക്ഷേ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്തരവും കാര്യങ്ങളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ ആര് തീരുമാനിക്കണം? ആ അറിയാമല്ലോ അല്ലയോ? അതെ, വൈകിട്ട് നല്ല വായിക്ക് രുചിയായിട്ട് എല്ലാം കഴിക്കാൻ വേണ്ടി വെളിയിലെങ്ങനെ പോയി കഴിക്കണം ആഗ്രഹമുണ്ട്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നിനക്കുണ്ടോ? ഉണ്ടോ? നിനക്കോ? നിനക്കോ? ഇല്ല. അവനെ വേണമെങ്കിൽ വേണ്ട. ജങ്ക് ഫുഡ് കഴിക്കാത്ത ഒരാൾ. അതേ, ബുദ്ധിപരമായി നീങ്ങിയാൽ, അപ്പം ബുദ്ധിപരമായി നീങ്ങാന്ന് പറഞ്ഞാൽ എൻ്റെ അത്രയും ബുദ്ധി നിങ്ങുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. നീ അത് പിടിച്ച് വലിഞ്ഞു കയറണ്ട. നമ്മൾ ബുദ്ധിപരമായി നീങ്ങുവാണെന്നുണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി വെളിയിൽ പോയി ഭക്ഷണം കഴിക്കാം. നല്ല രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കാം. മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങൾ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഞാൻ പറഞ്ഞ കേൾക്കത്തില്ലെന്ന്. കൊച്ചിന് ബുദ്ധിയുണ്ടോ തന്നെ? ആരാടാ പറഞ്ഞ കൊച്ചിന് ബുദ്ധിയില്ല? എന്റെ കൊച്ചിന് ബുദ്ധിയുണ്ടോ? കേട്ടല്ലോ. മോളെ നീയാണ് ബുദ്ധിമതി. ഈ വീട്ടിലെ ഏറ്റവും വലിയ ബുദ്ധി. അതെ ഉണ്ട്. ഒരു മിനിറ്റ്. എങ്ങനെ ഈ കാര്യം അമ്മയോട് പറഞ്ഞ് അവതരിപ്പിച്ച് വെളിയിൽ പോകാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ മൂന്നുകൂടെ പതുക്കെ എന്തെങ്കിലും പറഞ്ഞ് പോയി സമ്മതിപ്പിക്കേ. ഓക്കെ, ചെല്ല. ഞാൻ പുറകെ കാണും. സൈക്കിൾ വെച്ചിട്ട് പോടാ. ഇത് ഈ ഒരു കാര്യത്തിലെങ്കിലും ഒരുമിച്ച് നിൽക്കടേ പ്ലീസ്. വയറ് നിറച്ചെല്ലാം കഴിക്കാം. ആന്നാന്ന് ചെല്ല. ദൈവത്തെ ഓർത്ത് ഒന്ന് പ്ലാൻ ചെയ്ത് ഒരു എന്തുവാ അല്ലെ നമ്മുടെ അമ്മ എന്തോരം കഷ്ടപ്പെടുന്നത്. ഈ ലോകത്ത് വേറെ ആരെങ്കിലും നമ്മുടെ അമ്മയെ പോലെ കഷ്ടപ്പെടുന്നല്ലേ? അല്ലേ അമ്മേ ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുവല്ലയോ. എന്തോ ഒരു കുഴപ്പം. ഇവിടെ കറുത്ത പാലിരിക്കുന്നത് എന്തുവാ? അവിടെ ഒന്നുമില്ല. എന്താ എന്റെ ദൈവമേ, എന്റെ കണ്ണെ കുത്തി. എന്തുവാടാ പിള്ളേരെ? കണ്ണെ കുത്തി. ഓ, എന്താ നിങ്ങക്ക് വേണ്ടേ? അതെ. ഏതേ? അല്ല, ഞങ്ങൾക്ക് പുറത്ത് പോയി ഫുഡ് കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. പുറത്തോ? അല്ല, ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീടിന്റെ വെളിയിലോ? അയ്യോ അല്ല, പുറത്ത് പോയി കഴിക്കാം. ഹോട്ടലിൽ പോയി കഴിക്കാം. എന്നാ നിന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചെല്ലാരും കൂടി. സോപ്പിട്, വലിയ സോപ്പിട്. പറഞ്ഞില്ലായിരുന്നു. അമ്മേ പ്ലീസ്, നമുക്ക് ഒന്ന് പുറത്ത് പോയി കഴിക്കാം. ഹോസ്റ്റലിൽ നിന്നൊക്കെ പോയിട്ട് വന്നതല്ലേ, എത്ര നാളെ ഒന്നിച്ചൊന്ന് കഴിച്ചിട്ട് പുറത്ത് പോയിട്ടൊക്കെ. എന്നാ 3 പേരും കൂടി പോയി റെഡിയാവ്. അച്ഛനോടും കൂടെ അനുവാദം വാങ്ങിച്ചോണം. ഞാൻ മാത്രമല്ല, ഇവരെല്ലാരും ഉണ്ട്. 4 പേരും പോയേക്കാം. എന്നാ പോയി റെഡിയാവും. വാ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 7 മണി കഴിഞ്ഞ്. പോകുന്ന വഴിക്ക് പരിമല പള്ളിയിലെ പാദയാത്രയായിരുന്നു. അതും കണ്ടാണ് ഞങ്ങൾ പോയത്. അടൂർ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ട്രാഫിക്കായിരുന്നു. സാറ്റർഡേ ഈവനിങ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ തിരക്കായിരുന്നു. എന്നാലും ഞങ്ങളൊരു 7:45 അപ്പോഴത്തേക്ക് നമ്മൾ സ്ഥലത്തെത്തി. നമ്മൾ നേരത്തെ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കുഴിമന്തിയാണ് കഴിച്ചത്. ആദ്യമായിട്ടാണ് അവിടെ നിന്ന് കുഴിമന്തി കഴിക്കുന്നത് ഞങ്ങളെല്ലാവരും അന്ന്. അപ്പോൾ ഒന്നും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. വലിയ മോൻ ഹോസ്റ്റലിൽ ഇരുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവനാ പറഞ്ഞ ഇതുപോലെ നമുക്കൊരു ദിവസം പുറത്ത് പോയി കഴിക്കാമെന്ന്. അവന് വേണ്ടിയും കൂടിയാണ് എല്ലാവരും പോയത്. ഞങ്ങൾ പണ്ട് ഇതുപോലെ പുറത്തൊന്നും പോയി അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു വൈകുന്നേരം 5-6 മണിക്ക് ശേഷം അങ്ങനെ പുറത്ത് പോയിട്ടേ ഇല്ല. ചേട്ടൻ ഗൾഫിലായിരുന്നല്ലോ. അതും ആ ചേട്ടൻ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നാലും ഈ വൈകുന്നേരം സമയങ്ങളിൽ അങ്ങനെ പുറത്ത് പോകാറില്ല. പല ഫാമിലി കണ്ടിട്ടുണ്ട് അന്ന് ഞങ്ങളൊക്കെ. എല്ലാവരും പുറത്ത് പോകുന്നതും ഭക്ഷണം കഴിക്കും, ഷോപ്പിങ്ങിന് പോകും, എല്ലാം വൈകുന്നേരങ്ങളിലാണ്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ലായിരുന്നു 15 വർഷം. പിന്നെ ചേട്ടൻ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നപ്പോഴായാലും ആദ്യത്തെ 1-1.5 വർഷമൊന്നും നമ്മൾ അങ്ങനെയൊന്നും പോയിട്ടില്ല. പിന്നെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സിനിമ കാണാൻ പോകുമായിരുന്നു. എല്ലാവരും കൂടി പോവുകയാണെങ്കിൽ അന്ന് പോയി മൂവിയൊക്കെ കണ്ടിട്ട് ഭക്ഷണം കൂടി കഴിച്ചിട്ടായിരിക്കും വരുന്നത്. എന്നാലും എന്നും പോകത്തില്ല, വല്ലപ്പോഴും ഒന്നായിരുന്നു പോകുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട്
മിക്കവാറും പുറത്ത് പോകാനും വീഡിയോസൊക്കെ എടുക്കാനും ഫോട്ടോസിനൊക്കെ പോകുമ്പോൾ വെളിയിലിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്, ഇല്ല എന്നല്ല. എന്നാലും സ്ഥിരമായിട്ടല്ലേ, വല്ലപ്പോഴൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പം ഇന്ന് എല്ലാവരും കൂടെ ആയപ്പോൾ ഞങ്ങളൊന്ന് പോയി. ഞങ്ങൾ കുഴിമന്തി ഓർഡർ ചെയ്തു, ഒരു ഫുൾ കുഴിമന്തിയും പിന്നെ ചേട്ടനൊരു കാന്താരിയോ പിരിവിരിയോ എന്നിട്ട് ചേട്ടൻ ഒരു സിംഗിൾ പീസ് ഓർഡർ ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. നല്ല ഭക്ഷണമാണ് അവിടുത്തെ. അതൊക്കെ കഴിച്ചിട്ട് ഒരു നാരങ്ങ വെള്ളം 3 വാങ്ങിച്ചില്ലേ. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അത് ഷെയർ ചെയ്ത് കുടിച്ചു. എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു 9 മണി അടുത്തുള്ളവായി. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. ടാറ്റാ.